നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ അതിർത്തി കാക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFന്റെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. ചില വിവരങ്ങൾ അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചു. വലിയ ആശങ്ക ഉളവാക്കുന്ന വിവരങ്ങളാണ് അവർ പങ്കുവച്ചത്. മറ്റൊന്നുമല്ല, ഇന്ത്യ പാക് അതിർത്തിയിൽ, അതിനെ അതിർത്തി എന്ന് പറയാൻ പാടില്ല, വാസ്തവത്തിൽ അത് നിയന്ത്രണ രേഖയാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒരു നിയന്ത്രണ രേഖയാണ് ഉള്ളത്. ആ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് ഇതാ പുതിയ ടെറർ ലോഞ്ച് പാഡുകൾ, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ പുനരാരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് BSF പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോഴിതാ ശൈത്യകാലമാണ്. ഇനിയിപ്പോൾ വരുന്ന 2 മാസം കൊടും ശൈത്യമാണ്, മഞ്ഞ് വീഴുന്ന കാലമാണ്. മൂടൽ മഞ്ഞ് ആ പ്രദേശത്തെ ആകെ വിഴുങ്ങും. അപ്പോൾ കാഴ്ച വളരെയധികം ദുർബലമാകും. നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ മൂടൽ മഞ്ഞ് പുതഞ്ഞിറങ്ങുന്ന ഒരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയിൽ ഭീകരർ ഇന്ത്യയിലേക്ക് ഈ നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടുന്ന ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് BSFന്റെ IG അശോക് യാദവ് പങ്കുവച്ച വിവരം. അദ്ദേഹം പറയുന്നു, മുമ്പും നമുക്കിത് പരിചിതമാണ്. ഈ വിന്റർ, അതായത് ശൈത്യകാലത്ത്, മഞ്ഞ് വീഴുന്ന കാലത്ത് പാക് ഭീകരന്മാർ യഥേഷ്ടം ഈ നിയന്ത്രണ രേഖ കടന്ന് POKയിൽ ആദ്യം വരും, അവിടെ നിന്ന് പിന്നീട് നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലേക്ക് കയറും, നുഴഞ്ഞു കയറും. ഇത് സ്ഥിരമായിട്ട് അവർ തുടരുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൈവശം അത്യന്താധുനികമായ ഉപകരണങ്ങളുണ്ട്. ഏത് മൂടൽ മഞ്ഞിലും ഏത് കൂരിരുട്ടിലും നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഇത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. എത്ര മോശപ്പെട്ട കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഉപയോഗയോഗ്യമായ ഉപകരണങ്ങൾ, ആധുനിക ഉപകരണങ്ങൾ ഇന്ന് BSFനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തും. ഒരു കാരണവശാലും ഇനി ഒരു ഭീകരനും ഈ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറില്ല, അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് BSFന്റെ DIG മറ്റു ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാന്റെ ടെറർ ലോഞ്ച് പാഡുകൾ നശിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ BSF ഷെല്ലാക്രമണത്തിലൂടെയും മറ്റ് രഹസ്യ നീക്കങ്ങളിലൂടെയും ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് പാക് ഒക്കുപൈഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ലോഞ്ച് പാഡുകളെ നശിപ്പിച്ചു, പരിപൂർണമായിട്ട് നശിപ്പിച്ചു. ഒടുവിൽ ഇവർ ജീവനും കൊണ്ട് അവശേഷിച്ചവർ ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് 6 ഡസനിലധികം, 6 ഡസൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 72 പേര് വരും എന്നാണ്, 72ഓളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 6 ഡസനിലധികം ലോഞ്ച് പാഡുകൾ അവിടെ നിന്ന് കൂടും കുടുക്കുകയും എടുത്ത് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് രക്ഷപ്പെട്ട ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, ഈ DIG പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നു, അങ്ങനെ രക്ഷപ്പെട്ടവർ സിയാൽകോട്ടിലും മറ്റുമൊക്കെ, സിയാൽകോട്ടിലും സഫാർവായിലും ഒക്കെ വളരെ ഉള്ളിൽ പോയി വളരെ രഹസ്യമായിട്ട് ഈ പരിശീലന കേന്ദ്രങ്ങൾ, ഈ ടെറർ ലോഞ്ച് പാഡുകൾ പുനരാരംഭിച്ചു. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ, പാക് അധീന കാശ്മീരിൽ ഇത് ആരംഭിക്കാൻ, അതായത് ഈ ടെറർ ലോഞ്ച് പാഡുകൾ പുനരാരംഭിക്കാൻ ശ്രമം നടത്തുന്നു, അവിടേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് അത്തരത്തിൽ 12 ലോഞ്ച് പാഡുകൾ പുനരാരംഭിക്കാനാണ് നീക്കമെന്നും DIG പറയുന്നു. BSFന്റെ DIG ശ്രീ വിക്രം കുൻവാർ ആണ് ഈ വിവരം പങ്കുവച്ചത്. അദ്ദേഹത്തിനോടൊപ്പം BSF IG ജമ്മുവിൽ ക്യാമ്പ് ചെയ്യുന്ന BSF IG ശശാങ്ക് ആനന്ദും മറ്റൊരു DIG ആയ കുൽവന്ത് റായ് ശർമ്മയും അദ്ദേഹത്തോടൊപ്പം പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, BSFന്റെ IG അശോക് യാദവ് മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, എല്ലാ ശൈത്യകാലത്തും
ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് ഭീകരന്മാരെ, പരിശീലനം പൂർത്തിയാക്കിയ ഭീകരന്മാരെ പാക് സൈന്യവും പാക് ചാര സംഘടനയായ ISIയും ചേർന്ന് ഇന്ത്യയിലേക്ക് ഈ നിയന്ത്രണ രേഖ കടത്തി ഇന്ത്യയിലേക്ക് വിടാറുണ്ട്. ഇത് BSF പല കാലത്തും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥ ഇത്രയും വളരെ മോശമാകും. കാരണം കനത്ത മൂടൽമഞ്ഞാണ്. അവിടെ എമ്പാടും ഈ പറയുന്നത് പോലെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ആ സമയം നോക്കിയാണ് ഇവർ ഈ അതിർത്തി, ഈ പറഞ്ഞ നിയന്ത്രണ രേഖ കടത്തി ആൾക്കാരെ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി വരാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. BSFന്റെ കൈവശം അത്യന്താധുനികമായ ഉപകരണങ്ങളുണ്ട്, നിരീക്ഷണ ഉപകരണങ്ങളുണ്ട്. ഏത് മോശപ്പെട്ട കാലാവസ്ഥയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ്. നൈറ്റ് വിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ നിയന്ത്രണ രേഖ കടന്ന് ഒരു വ്യക്തിക്കും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുണ്ടായിരുന്ന ആ ടെറർ ലോഞ്ച് പാഡുകളെല്ലാം നമ്മൾ നശിപ്പിച്ചത് ലോകം മുഴുവനും കണ്ടതാണ്. അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ അശോക് യാദവിനെ പോലൊരു ഉന്നത BSF ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അവർ പയ്യെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാൻ, അത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും ചേർന്നാണ് ചെയ്യുന്നത്, പാക് സൈന്യത്തിന്റെ സഹായത്തോടു കൂടി. അതിന് പണം മുടക്കുന്നത് പാക് സൈന്യമാണ്, പാക് ചാര സംഘടനയായ ISI ആണ്. ഇതിന്റെയൊക്കെ എല്ലാ ബ്ലൂ പ്രിന്റും കൃത്യമായിട്ട് BSFന്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത്രയും പണിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഠിനാധ്വാനം കൊണ്ട് അവർ ഈ വിവരങ്ങൾ ചോർത്തിയെടുത്ത് അതിർത്തി കാക്കുന്ന ഈ അതിർത്തി സുരക്ഷാ സേനയുടെ കൈവശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ പാക് സൈന്യത്തിന്റെയും ചാരസംഘടനയുടെയും സഹായത്തോടുകൂടി ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഈ തകർന്നുപോയ ഈ ടെറർ ലോഞ്ച് പാഡുകൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് നമ്മൾ വളരെ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ മറ്റു ചില വിവരങ്ങൾ കൂടി കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കൈവശം ഒരു ടെലസ്കോപ്പ് ഇരിക്കുന്നത് കണ്ടു. അത് ഒരു പ്രത്യേകതരം ഒരു ആധുനിക യന്ത്രത്തോക്കിൽ ഘടിപ്പിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഇത് കാശ്മീരിലെ NIA ആസ്ഥാനത്തിന് വളരെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ ഒരു കൊച്ചുകുട്ടി 6 വയസ്സുകാരന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം പോലെ ഇരുന്നതാണ്. യാദൃശ്ചികമായിട്ട് ഇതൊരു പട്ടാളക്കാരന്റെ ദൃഷ്ടിയിൽപ്പെടുകയും അദ്ദേഹം ഈ കുടുംബത്തെയും ഈ കുട്ടിയെയും ഈ സാധനത്തെയും എല്ലാം NIA ഓഫീസിൽ എത്തിച്ച് വിശദമായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് അവർ വെളിപ്പെടുത്തുന്നത്, ഇതിന് സമീപത്ത് ഒരു ചവറുകൂനയുണ്ട്, ഒരു കുറ്റിക്കാട് ഒക്കെ പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ധാരാളം മാലിന്യങ്ങൾ ആൾക്കാർ കൊണ്ടിടും, ഈ ചവറുകൾ കൊണ്ടിടും. അങ്ങനെയുള്ള ചവറുകൂനയിൽ നിന്നാണ് കുട്ടിക്ക് ഇത് കിട്ടിയത്. കളിപ്പാട്ടമായിരിക്കും എന്ന് കരുതി കുട്ടി അത് എടുത്തുകൊണ്ടുവന്ന് കളിച്ചു. അത്രയേ ഉള്ളൂ. ആ കുടുംബം ഈ കാര്യത്തിൽ നിരപരാധികളാണ്. അവർക്ക് കൂടുതലൊന്നും അതിനകത്ത് പറയാനുമില്ല. പക്ഷെ NIA ഇത് വിശദമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം അതൊരു വിദേശ നിർമ്മിത യന്ത്രത്തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു ടെലസ്കോപ്പാണ്. അതിന്റെ മറ്റ് സാങ്കേതിക വിവരങ്ങളൊക്കെ NIA മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഈ ടെലസ്കോപ്പ് എങ്ങനെ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഈ യന്ത്രത്തോക്ക് ഇപ്പോൾ എവിടെയുണ്ട്, ഇത് ആരാണ് കൊണ്ടുവന്നത്, ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത്, എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. NIA അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും NIA അതുമായിട്ട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും. ഈ നുഴഞ്ഞുകയറ്റവും ഈ ടെലസ്കോപ്പ് കണ്ടെടുത്ത സംഭവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത് സംബന്ധിച്ച് NIAയോ BSFോ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ശൈത്യകാലത്തിന്റെ മറ പിടിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ, ഇന്ത്യക്കുള്ളിൽ വൻ സ്ഫോടനങ്ങൾ നടത്താൻ, നുഴഞ്ഞു കയറി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ പരിശീലനം പൂർത്തിയാക്കിയ ഒരു വലിയ നിര നമ്മുടെ ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ് എന്ന വിവരം വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
ഒരു കാര്യം നമ്മൾ മറക്കണ്ട. മുമ്പ് നമുക്ക് പാകിസ്ഥാനോട് പറയാനുള്ളതും അതാണ്. മുമ്പത്തെ അനുഭവം നിങ്ങൾ ഓർത്തുകൊള്ളുക. ബ്രഹ്മോസും റഫേലും ഒക്കെ കൈവശമുള്ള ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ആകാശ് റോക്കറ്റുകൾ, ആകാശ് മിസൈലുകൾ കൈവശമുള്ള ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ വില കൊടുത്ത് വാങ്ങരുത്. നിങ്ങൾക്ക് അനുഭവമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ ഈ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിങ്ങൾ സൃഷ്ടിച്ചു പരിപാലിച്ചിരുന്ന ലോഞ്ച് പാഡുകൾക്ക്, ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂരിൽ വളരെ കൃത്യമായി അതിന്റെ ഏറ്റവും അവസാനത്തെ ആണിക്കല്ല് വരെ ഇളക്കി എടുത്ത് തൂത്തെറിഞ്ഞ പാരമ്പര്യമാണ് ഇന്ത്യൻ സേനയ്ക്കുള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ 19 വ്യോമത്താവളങ്ങളിൽ 12 എണ്ണത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അതൊക്കെ ഇനി പുതുക്കി പണിഞ്ഞ് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കുമെന്നും നിങ്ങൾക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ സഹതപിക്കാനേ വഴിയുള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. ഇനിയെങ്കിലും ഈ ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും ഒക്കെ അവസാനിപ്പിച്ച് അവനവന്റെ കാര്യം നോക്കി ജീവിക്കൂ എന്നേ പറയാനുള്ളൂ. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മോസ് എന്ന മിസൈൽ നമ്മുടെ കൈവശം വന്ന കാലത്ത് തന്നെ ആ ബ്രഹ്മോസ് രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ പ്രതിരോധ സേനയുടെ ഉന്നത വൃത്തങ്ങൾ ഒക്കെ അത് സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയപ്പോൾ അന്ന് ഈ ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും നമ്മളിത് വിൽക്കാൻ തയ്യാറാണ്, വാങ്ങാൻ ആളുണ്ടെങ്കിൽ നമ്മളിത് കൊടുക്കും, നല്ല വിലയും തരണം എന്നൊക്കെ പറഞ്ഞു. അന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, അപ്പോൾ ഇത് പാകിസ്ഥാന് നമ്മൾ വിൽക്കുമോ? അന്ന് പ്രതിരോധ സേനയുടെ ഉന്നത വക്താവ് പറഞ്ഞത്, നമ്മളിത് പാകിസ്ഥാന് വിൽക്കില്ല, അവർക്ക് നമ്മൾ വെറുതെ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും ബ്രഹ്മോസുകൾ നിങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടരുത്. അതിന്റെ ഫലം വളരെ വളരെ ദയനീയമായിരിക്കും. നിങ്ങളുടെ രാഷ്ട്രം തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് മാത്രമേ നമുക്ക് നൽകാനുള്ളൂ.